സർ, ഒപെക് അംഗത്വം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഒപെക് നമുക്കറിയാം എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ ഒരു അസോസിയേഷനാണ്. ഇന്ന് അവരുടെ ഒരു അംഗത്വം ഉപേക്ഷിച്ചിരിക്കുകയാണ്. അത് വലിയ തോതിൽ ഇന്ത്യക്കും അതിന്റെ ഗുണം ലഭിക്കും. അത് മാത്രമല്ല, ഇന്ന് പെട്രോൾ വില ബാരലിന് $166 ആയിരിക്കുകയാണ്. അതുമൂലം ഇന്ത്യയിലും ഈ പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് വലിയൊരു തോതിൽ വില വർധനവിന് സാധ്യതയുണ്ട് അല്ലെ? കേന്ദ്ര സർക്കാരിന് അതിനെ പിടിച്ചു നിർത്താൻ കഴിയുമായിരിക്കുകയില്ല അല്ലെ? തീർച്ചയായിട്ടും അത് എന്ന് വരുമെന്ന് മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് സംശയം. പെട്രോൾ ഡീസൽ വില എന്ന് കൂട്ടുമെന്നുള്ള കാര്യത്തിൽ LPG-യുടെയും കൂടും. LPG-യും സ്വാഭാവികമായിട്ട് കൂടും. കുക്കിംഗ് ഗ്യാസിന്റെ വിലയും സ്വാഭാവികമായിട്ട് കൂടേണ്ടി വരും. അതെന്ന് വരാം. കാരണം ഈ യുദ്ധം അനച്ചുകൊണ്ട് തുടരുകയല്ലേ. ഫെബ്രുവരി 28-ന് തുടങ്ങിയ പശ്ചിമേഷ്യൻ സംഘർഷം ഇപ്പോഴും അനിശ്ചിതമായിട്ട് തുടരുകയാണ്. അപ്പൊ എണ്ണയും പ്രകൃതിവാതവും വരുന്നത് എവിടെ നിന്നാണ്? ഈ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് അല്ലെ? ഈ രാജ്യങ്ങളാണ് ഇതിന്റെ നല്ല ശതമാനം ഉത്പാദിപ്പിച്ചു വരുന്നത്. ആ രാജ്യങ്ങളിൽ നിന്നാണ്, സംഘർഷം നിലനിൽക്കുന്ന രാജ്യങ്ങളിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് വില കൂടും. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇതൊക്കെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. നമ്മുടെ ഇവിടെ പെട്രോളും ഡീസലും ഒന്നും നമുക്ക് ഉത്പാദനങ്ങൾ കുറവാണ്. വളരെ ശതമാനം കണക്കിനല്ലേ ഉള്ളൂ. നമ്മളിതെല്ലാം വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. LPG അടക്കം വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് സ്വാഭാവികമായിട്ടും വില കൂടും. അത് എന്ന് കൂടുമെന്നുള്ള കാര്യത്തിലേ ഉണ്ടായിരുന്നുള്ളൂ സംശയം. ഇന്ന് കൃത്യമായ ഉത്തരം വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ധനമന്ത്രാലയം വളരെ കൃത്യമായിട്ട് അതിനകത്ത് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില ഇതാ വർദ്ധിപ്പിക്കാൻ പോകുന്നു. നേരത്തെ അർജുൻ സൂചിപ്പിച്ചതാണ്. കഴിഞ്ഞ ദിവസം വന്നത് ബാരലിന് ഏതാണ്ട് $126 വന്നിരിക്കുന്നത്. ക്രൂഡിന്റെ വില വന്നിരിക്കുന്നു. $126 അത് ഉയർന്നു. ഈ അടുത്ത സമയത്തൊരു 2022-ന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ വില വർധനവാണ്. ഏറ്റവും വലിയ വില ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 126 വരെ ഉയർന്നെങ്കിലും വളരെ പെട്ടെന്ന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ പെട്ടെന്ന് അത് 114-ലേക്ക് കുറഞ്ഞു കേട്ടോ. ഏതാണ്ടൊരു ഇന്നിപ്പോ രാവിലെ 114-115-ലാണ് ട്രേഡ് ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് അനിശ്ചിതത്വമാണ്. 100-ന് മുകളിൽ വന്നു കഴിഞ്ഞാല് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളൊന്നും പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. അപ്പൊ നമ്മൾ വിൽക്കുന്നത് 100 രൂപ, ഏതാണ്ട് 100-ന്റെ സറൗണ്ടിങ്ങിലാണ് നിൽക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും 100-നകത്ത് ചില വ്യത്യാസം. പെട്രോളിനകത്ത് 106, 107 വരെ, ഡീസൽ കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷെ അത് 115-ന് 100-ന് മേൽ വാങ്ങിക്കുന്ന തുകയ്ക്ക് ചെലവ് കൊടുത്ത് കൊണ്ടുവരുന്ന ക്രൂഡ് നമ്മൾ ഈ വിലയ്ക്ക് വിൽക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. വലിയ നഷ്ടം വരും. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം നമ്മുടെ മന്ത്രാലയങ്ങൾക്കുണ്ടാകും. ധനമന്ത്രാലയം അടക്കമുള്ള മന്ത്രാലയങ്ങൾക്കുണ്ട് അതിനകത്ത്. അപ്പൊ അതുകൊണ്ട് വില കൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. അത് എപ്പോൾ ആദ്യം നേരത്തെ ഒരു സൂചന ഉണ്ടായിരുന്നത് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് 29-നാണല്ലോ അതിന്റെ 2ാം ഘട്ടം അവസാനിച്ചത്. 29-ന് വൈകുന്നേരം തെരഞ്ഞെടുപ്പ് അവസാനിച്ചാൽ ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. വലിയ വ്യാപകമായിട്ട് ഇന്ത്യ മുഴുവൻ വ്യാപകമായിട്ട് ആ വാർത്തയും ഉണ്ടായിരുന്നു. അതേ തുടർന്ന് പമ്പുകളിലെ അവസ്ഥ ആലോചിച്ച് നമ്മളൊക്കെ കണ്ടില്ലേ, കേരളം അടക്കമുള്ള രാജ്യങ്ങളിലെ പെട്രോൾ പമ്പുകളിൽ എന്തോ ഒരു വലിയ തിരക്കായിരുന്നു. വലിയ തിരക്കായിരുന്നു. പല കമ്പനികളുടെ സ്റ്റോക്കുകളിൽ വലിയ കുറവ് വരുത്തുന്നു. അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. റിലയൻസ് അടക്കമുള്ള കമ്പനികളിൽ പെട്രോളിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അതിന്റെ ഒരു കമ്പനിയിൽ നിന്ന് സ്റ്റോക്ക് നമ്മൾ പെട്രോൾ അടിക്കുന്നതിനും പമ്പുകളിൽ പോലും നിയന്ത്രണം വരുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകളാണ് വന്നിരുന്നത്. ജനം വളരെ പാനിക്കായി. നമ്മുടെ ഗ്യാസിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പൊ 45 ദിവസം കൂടുമ്പോഴല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അതിന് ബുക്കിംഗ് അനുവദിക്കുക. 25 ദിവസം കഴിയുമ്പോൾ ബുക്ക് ചെയ്യാം. പിന്നെ 45 ദിവസത്തിനകം ഗ്യാസ് കിട്ടുക. അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ പെട്രോളിനും അത്തരം നിയന്ത്രണങ്ങൾ വരുമോ? അതൊരു വലിയ ആശങ്കയായിരുന്നു. പെട്രോളും ഡീസലിന്റെയും കാര്യത്തിൽ വലിയ ആശങ്കയാണ് നിലനിന്നിരുന്നത്. അപ്പൊ പമ്പുകളിലൊക്കെ 29-ന് വൈകുന്നേരം വലിയ തിരക്കായിരുന്നു. പല പമ്പുകളിലും പെട്രോളും ഡീസലും കിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നു. അത് കേരളം മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ അത് സംഭവിച്ചിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ വിലവർധനവ് വലുതായിരിക്കുമെന്നാണ് പറയുന്നത്. വലിയ വിലവർധന ഉണ്ടാവുമെന്നാണ് ഇപ്പൊ കേൾക്കുന്ന വിവരം. അപ്പൊ കാരണം വെച്ചാൽ പലതവണ ഇത് 100 കടന്നിട്ടുണ്ട്. ഇതിപ്പോ യുദ്ധം തുടങ്ങുന്ന സമയത്ത് $60 കടന്നതാണ്. അതാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. $60 കടന്ന ക്രൂഡിന്റെ വിലയാണ് ഈ തരത്തിലേക്ക് ഉയർന്ന് ഡബിൾ ചെയ്ത് കഴിഞ്ഞു. അന്താരാഷ്ട്ര മാർക്കറ്റില് 126 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഡബിൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പല ഘട്ടങ്ങളിൽ ഇത് 100 കടന്നു പോയിട്ടുണ്ട്. ചില സമയത്ത് ഇപ്പൊ ട്രംപിന്റെ ചില പിരിമുറുക്കങ്ങളാണ് ഇതിനെ പ്രശ്നങ്ങളാക്കുന്നത്. ഏത് സമയത്തും ഇറാനെ ആക്രമിക്കുമെന്ന് പറയുന്ന സമയത്ത് പിറ്റേ ദിവസം ഒരു മണിക്കൂറുകൾക്കകം ക്രൂഡിന്റെ വില അങ്ങ് ഉയർന്നു കയറും. അങ്ങനെ വരുമ്പോ വലിയ സംഘർഷമാകും. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അമേരിക്കക്കാരന് ഇതൊക്കെ വാങ്ങിക്കുന്നതായതുകൊണ്ട് അവിടെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ട്രംപ് എന്തെങ്കിലും ഒരു കാര്യത്തില് ശരി, തൽക്കാലം ഞാൻ യുദ്ധം ഒരാഴ്ചത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു, അല്ലെ 2 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു, പ്രഖ്യാപനമൊക്കെ നടത്തും.
നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ക്രൂഡിന്റെ വില വീണ്ടും താഴോട്ട് വരും. ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ശരാശരി 100-ന് മുകളിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരാശരി 100-ന് മുകളിൽ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒന്നും ചെയ്യാൻ വില കൂട്ടുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് വന്ന വാർത്തകൾ ജനം പാനിക് ആകാനുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്രോളിനും ഡീസലിനും ആദ്യം പറഞ്ഞിരുന്നത് ഒരു 10 രൂപ വരെ പെർ ലിറ്റർ ഉയരുമെന്നാണ് കേട്ടിരുന്നത്. പിന്നീട് അത് 15 പിന്നീട് ചില വാർത്തകളൊക്കെ വരുന്നത് 25 രൂപയോളം പെർ ലിറ്റർ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ്. ആലോചിച്ച് 25 രൂപയോളം 1 ലിറ്റർ പെട്രോളിനോ ഡീസലിനും ചിലപ്പോൾ അതിന്റെ ആനുപാതികമായിട്ട് ഡീസലിനും ഉയരും. അപ്പൊ അത് ഉണ്ടാകുമെന്നാണ്. അത് ഉണ്ടാകാതിരിക്കാൻ സാധ്യമല്ല. പക്ഷെ അത് എത്ര വരെ പോകുമെന്നുള്ളതാണ് നമ്മൾ ഇനിയിപ്പോ തോത് കണ്ടറിയേണ്ടത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും എന്തായാലും ഒരു 10 രൂപയ്ക്ക് മുന്നിൽ അത് ഉയരാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ അത് 25-ലേക്ക് എത്തുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാനൊക്കത്തില്ല. 25, 28 ഒക്കെയാണ് പ്രൊജക്ഷൻസ് വരികയാണ്. അങ്ങനെയാണ് മിനിസ്ട്രിയുടെ പ്രൊജക്ഷൻസ് ആ രീതിയിലാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡീസലിന്റെ ഒക്കെ വില ഉയർന്നാലത്തെ ഒരു അവസ്ഥ നമുക്ക് അറിയാമല്ലോ. ഡീസലിന്റെ വില ഉയർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ വിലക്കയറ്റത്തിലേക്ക് പോകും. വലിയ വിലക്കയറ്റത്തിലേക്ക് നമുക്ക് താങ്ങാനൊക്കാത്ത സ്ഥിതിയിലേക്ക് വരും. കാരണം ഇന്ത്യ പോലെ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളമാണ് അതിന്റെ ഏറ്റവും വലിയ വിലക്കയറ്റം അനുഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് മേഖല ഡീസലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കിവിടെ എന്താണ് സ്വന്തമായ പ്രൊഡക്ഷൻസ് എന്ന് പറയാൻ ഒന്നുമില്ല. പച്ചക്കറി പോലും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ എല്ലാ സാധനങ്ങളും നമുക്ക് പുറത്തുനിന്ന് വരേണ്ടതാണ്. വിലക്കയറ്റം ഇതിനെ തൊട്ടു പുറകിനെ വരാവുന്നത്. ഇപ്പൊ തന്നെ ചില സൂചനകളൊക്കെ വന്നു തുടങ്ങി. പല വസ്തുക്കളുടെയും കാര്യത്തിൽ ചില സൂചനകൾ തന്നെ വന്നു തുടങ്ങി. ഇനി ഇപ്പൊ കരിച്ചന്ത കുഴിച്ചു ഇപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കും. കാരണം വിലയെ ഡിപ്പെൻഡ് ചെയ്താണ്. ലോറികളുടെ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ തിരിമറികളും ഒക്കെ നടക്കും ഇതിനകത്തിൽ. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷങ്ങൾ ഇന്ന് തന്നെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് പിന്നെ വൈകുന്നേരത്തോടു കൂടി തന്നെ അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. വില വർധന ഉണ്ടാകും. അതിന് കൃത്യമായി ധനമന്ത്രാലയം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. ഇനി ഇത് എത്ര നാൾ നിലനിൽക്കും? ഈ ബലവർദ്ധനവ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ GDP തകർക്കും. നമ്മളെ GDP ഒക്കെ വളരെ കുറച്ചുകൊണ്ട് വരുമെന്ന്. നമ്മളെ വലിയ പിന്നെ ആനുപാതികമായിട്ട് സാമ്പത്തിക രംഗത്ത് വലിയ മേന്മ അല്ലെങ്കിൽ കുതിപ്പ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമുക്ക് വലിയൊരു കുരു എന്നുള്ളൊരു മട്ടിലാണ് ഈ പിന്നെ എണ്ണവില കൂടുതൽ നമ്മളെ ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നത്. ഇത് എത്ര കാലം നിലനിൽക്കും? അതാണ് ഇപ്പൊ പറ്റുന്ന വലിയ ഗൗരവമായ ഒരു ചോദ്യം. അതാണ് അർജുൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ലേ, ഒപെക്കിൽ നിന്ന് ഇവർ പിന്മാറിയത്. ഒപെക്കിൽ നിന്ന് UAE പിന്മാറിയത് നമുക്ക് അനുകൂലമാണ്. അവരുടെ പിന്മാറ്റം നമുക്ക് അനുകൂലമാണ്. കാരണം വർഷങ്ങളായിട്ട് ഇവരുടെ ഈ ഒരു ആധിപത്യത്തിനകത്ത് നിന്നിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാകുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യുന്നു? ഒപെക് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ എണ്ണയാണ്. എണ്ണ ക്രൂഡ് വിറ്റിട്ട് വേണം അവർക്ക് ജീവിക്കാനായിട്ടല്ലേ. അതിന്റെ സമ്പൽ സമൃദ്ധി എന്ന് പറയുന്നത് ക്രൂഡാണ്. അത് പുറത്തേക്ക് പോകാനായിട്ടുള്ള അനുവാദമില്ല. ആകപ്പാടെ പ്രതിസന്ധി നിൽക്കുന്നു. ഹോർമസ് കടലിടുക്കിലാണെങ്കിൽ അമേരിക്കയുടെ ഉപരോധം തുടരുന്നു. അമേരിക്ക ഒരു തരത്തിലും ട്രംപ് ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവർ ഹോർമസ് ഒഴിവാക്കിക്കൊണ്ട് എണ്ണ എങ്ങനെ പുറത്തേക്ക് വിൽക്കാൻ പറ്റും? അതിനെക്കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അതൊരു നേട്ടമാകുമെന്ന് പറയുന്നതിന്റെ കാര്യം അതുകൊണ്ടാണ്. അപ്പൊ അവിടെ നിന്ന് അബുദാബിയിൽ നിന്ന് നമ്മൾ ഫുജൈറ തുറമുഖത്ത് കൊണ്ടുവന്ന ശേഷം, പൈപ്പ് ലൈനിൽ കൂടെ ഫുജൈറ തുറമുഖത്ത് കൊണ്ടുവന്ന ശേഷം അവിടെ നിന്ന് നമ്മളത് പിന്നെ ഹോർമുസ് തൊടാതെ തന്നെ ഒമാന്റെ ഒക്കെ തീരത്തുകൂടെ നമുക്ക് ഇന്ത്യയിലേക്ക് ഇത് എത്തിക്കാം. അത്തരം ആലോചനയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം ആലോചന. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പൈപ്പ് ഇടണം. പൈപ്പ് ഇട്ട് സമയം എടുക്കും. ഏതാണ്ട് 400 കിലോമീറ്റർ ആണ് അത് വരുന്നത്. അത്രയും ദൂരം തുറമുഖം വരെ പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ വേണം. എന്തായാലും അതിന് സ്വാഭാവികമായിട്ട് ഒരു കാലതാമസം എടുക്കും. അതുകൊണ്ട് എളുപ്പമല്ല. പക്ഷെ അതൊരു ശാശ്വതമായ പരിഹാരമായിരിക്കും. അപ്പൊ നമുക്ക് വളരെ ആശങ്കയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മള് ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകും. എത്ര രൂപ വരെ കൂട്ടുമെന്നുള്ള കാര്യത്തിൽ മാത്രം സംശയിച്ചാൽ മതി.